എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ ചുരുക്കം പേരാണെങ്കിലും അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അവരെൻ്റെ വീഡിയോ കാണാനും അതുപോലെ തന്നെ കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ചവരെയുള്ള വീഡിയോ ആണ്. പിന്നെ ഇന്നൊരു സൺഡേ വ്ളോഗാണ്. പിന്നെ എല്ലാവരും കൂടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ഇടാമെന്ന്. ഞാൻ ഇടുന്ന ഒട്ടുമിക്ക വീഡിയോസിലും നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളെൻ്റെ വീഡിയോ നിങ്ങളുടെ സമയം മെനക്കെടുത്തി കാണുമ്പോൾ അതിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ റെസിപ്പി ആണെങ്കിലും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളും കൂടെ പറയാറുണ്ട്. അപ്പം ഇന്നാണെങ്കിൽ വല്ലാത്തൊരു രാവിലെ ആയിരുന്നു കേട്ടോ. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഇങ്ങനെ കോട മഞ്ഞൊക്കെ കാണുമ്പം അന്നത്തെ ദിവസം നല്ല ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ എനിക്ക്. അപ്പോൾ ആ ഒരു ദിവസം ഞാൻ അധികവും മുറ്റത്ത് കൂടെയൊക്കെ ഇങ്ങനെ കുറേ ഇറങ്ങി നടക്കുവേ. അപ്പോൾ ഇന്നാണെങ്കിൽ അമ്മയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി. അപ്പം ഞാൻ മുറ്റത്ത് കൂടെ കുറച്ചധികം നേരം ഇറങ്ങി നടന്നതിന് ശേഷം അടുക്കളയിലേക്ക് പോയി നോക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. അത് വേറൊന്നുമല്ല, നമ്മുടെ ചിക്കൻ കറീൻ്റെയും അതുപോലെ തന്നെ മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ നെയ്പത്തലിൻ്റെയാണ്. അപ്പം നെയ്പത്തൽ എത്രയോ ഒരു 6-7 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് നമുക്ക് പുഴുങ്ങലരി കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം ഗ്രൈൻഡറിൽ അരിയും അതുപോലെ തന്നെ കുറച്ച് ചോറ്, പിന്നെ തേങ്ങ, പെരിഞ്ജീരകം, ചെറിയുള്ളി എല്ലാം കൂടെ ചേർത്ത് അധികം ഫൈനാവാണ്ട് ജസ്റ്റ് ഇങ്ങനെ പൊട്ടുന്ന രീതിയിൽ അരച്ചെടുത്തിട്ട് ചുട്ടെടുക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ. ഇത് മലബാർ ഏരിയയിൽ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചായ കുടിച്ചതിന് ശേഷമുള്ള ചർച്ചയാണ് കേട്ടോ ഇത്. വേറൊന്നുമല്ല, ഇനിയിപ്പോൾ എന്ത് കറി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലാണെങ്കിൽ അമ്മ ഇരുന്ന് ചക്ക അരിഞ്ഞിരുന്നുണ്ട്. അതിവിടുത്തെ പതിവാന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടല്ലോ. അപ്പോൾ വെള്ളരി കറി വെക്കാമെന്ന് തീരുമാനമായപ്പം ഞാൻ വെള്ളരിക്കറിക്കും ചക്കക്കും വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് കേട്ടോ ഞാൻ ചിരവുന്നത്. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ ഉരിച്ചിട്ട് ചിരവിയതിന് ശേഷം ഈ ഒരു ഗ്രൈൻഡറിൽ ഇട്ട് കൊടുത്തേ. വെള്ളരിക്കറിയൊക്കെ വെക്കുമ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഗ്രൈൻഡറിൽ അരയ്ക്കാറുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിലാണ് ഞാനിങ്ങനെ ഒരു ഗ്രൈൻഡർ ആദ്യമായിട്ട് കാണുന്നത്. വലിയ ഗ്രൈൻഡറൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ചെറിയ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഗ്രൈൻഡർ ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. അപ്പം അത് യൂസ് ചെയ്യാൻ പോലും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണല്ലേ പഠിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് അതിൽ തേങ്ങ അരിയൊക്കെ വാരിയെടുക്കുമ്പം കൈ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങുമോ എല്ല് പൊട്ടുമോ എന്നൊക്കെ പേടിയായിരുന്നേ. പക്ഷേ ഇപ്പം ഞാനതിൽ എക്സ്പേർട്ടായി കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് സെറ്റാക്കി. പിന്നെ ഞാൻ ചിക്കൻ ഒരു വെറൈറ്റി ആയിട്ട് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊലായി പോയിട്ട് ഉള്ളിയൊക്കെ സെറ്റാക്കുകയാണ്. അപ്പോൾ അമ്മ ചക്ക അരിഞ്ഞിട്ട് ഏകദേശം കഴിയാനായി. ഞാനാണെങ്കിൽ ചക്കക്കൊതുക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അമ്മ കർമൂസ പറിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇപ്പം ഞങ്ങൾ പപ്പായ കഴിച്ചിട്ട് അവിടെ ഇവിടെ ഇട്ടിട്ട് കുറേ തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ മരത്തിലൊക്കെ പപ്പായ ഉണ്ടായിരുന്നേ. അധികം പഴുത്തതൊക്കെ കിട്ടാറുണ്ട്. അപ്പം ഞാൻ വേഗം അത് പറിക്കുമ്പോഴത്തേക്ക് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്തപ്പം തലയിലൊരു തുണി ഇട്ടിട്ടാണ് പറിക്കുന്നത്. അല്ലെങ്കിൽ പണി കിട്ടും. പണ്ടൊക്കെ ഒരുപാട് മഴ കൊണ്ടതാണ്. ഇപ്പം ഈ ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണോ എന്നറിയില്ല, ജസ്റ്റ് ഒന്ന് മഴ കൊള്ളുമ്പോൾ തന്നെ കഫക്കെട്ടും തലവേദനയും തൊണ്ടവേദനയൊക്കെയാണ് കേട്ടോ. അങ്ങനെ പപ്പായ പറിച്ചിട്ട് അമ്മേൻ്റെ കയ്യിൽ ഉപ്പേരി വെക്കാൻ കൊടുത്തിട്ട് ഞാൻ ചിക്കൻ്റെ പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചക്കയും ചായയും കുടിക്കാൻ വേണ്ടി വിളിച്ചപ്പം എന്നാൽ പിന്നെ അത് കഴിച്ചിട്ടാവട്ടെ ബാക്കി പണിയെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ചക്കയും ചിക്കനും ചായയും എല്ലാം കൂടെ കഴിച്ചു കേട്ടോ. ഇത് ഈ ഒരു കുറ്റ്യാടി തൊട്ടിൽപ്പാലം ഏരിയയിലുള്ള പ്രത്യേകതയാണ് കേട്ടോ. ഈ ഒരു 10-11 മണിക്കുള്ള ചായ എപ്പോഴൊന്നും ഞാൻ കുടിക്കാറില്ല. ചില സമയത്ത് ഇങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോഴേ കുടിക്കാറുള്ളൂ കേട്ടോ. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ്റെ റെസിപ്പി കണ്ടാലോ. ആദ്യം തന്നെ ചിക്കനിലേക്ക് കാശ്മീരി ചില്ലി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി വെക്കണം. ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ. കാരണം നമുക്ക് സമയമില്ല. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഏകദേശം ടൈം ആവാനായി. പിന്നെ ഞാൻ വേഗം ബാക്കിയുള്ള സ്പെഷ്യൽ മസാലക്കൂട്ട് റെഡിയാക്കുകയാണ്. അതിന് നമ്മുടെ മുഴുവൻ മല്ലിയില്ലേ, പച്ചമല്ലി, അത്, പെരിഞ്ജീരകം, ഒരു കഷ്ണം കറുവപ്പട്ട നന്നായിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഒരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഈ നമ്മൾ വറുത്ത് വെച്ച ഈ ഐറ്റം എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ മസാലകളും ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല അതുപോലെ തന്നെ കുറച്ചും കൂടെ കാശ്മീരി ചില്ലി ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ്
ഞാൻ അരച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു പാനിൽ നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറണം. പിന്നെ നമ്മൾ സവാളയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് സെറ്റാക്കി വഴറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഒരുപാട് വെറൈറ്റി ഒന്നും അല്ലെങ്കിലും സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ഉച്ചയൂണിൻ്റെ ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ്, വെള്ളരിക്കറി, നമ്മുടെ കർമൂസിൻ്റെ ഉപ്പേരി, അച്ചാർ, പിന്നെ നമ്മുടെ തലേന്നത്തെ ബീഫ് റോസ്റ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നേ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് വർത്തമാനം പറയാൻ കേട്ടോ. പിന്നെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ. പിന്നെ അച്ഛമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് നാത്തൂനും ഹസ്ബൻഡും കുട്ടിയൊക്കെ പോകാൻ നോക്കുമായിരുന്നു. അപ്പോൾ അതിന് മുന്നേ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ കഥ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇന്നത്തെ വിശേഷമുള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്